എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരത് കുമാർ. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലുവ ദേശത്തുള്ള ഇന്നേറ്റ് കൺവെൻഷൻ സെന്ററിന്റെ മുന്നിലാണ്. എന്താണ് കാര്യമെന്നല്ലേ? ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്റർപ്രണർ രജിസ്റ്റേർഡ് സൊസൈറ്റി അഥവാ വാട്ടേഴ്സ് കേരള നയിക്കുന്ന 2 ദിവസത്തെ വാട്ടർ എക്സ്പോ 3rd എഡിഷൻ നടക്കുകയാണ്. വാട്ടേഴ്സ് കേരളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും പ്രാതിനിധ്യമുള്ള ഏക സംഘടനയാണ്. ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ട്രെയിനിങ് നൽകുകയും പുതിയ നല്ല പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുകയും പുതിയ ടെക്നോളജികൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള എക്സ്പോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് തികച്ചും ഒരു B2B എക്സ്പോ ആണ് കേട്ടോ. അതായത് വെറുതെ സാധാരണക്കാരനായുള്ള പബ്ലിക്കിനുള്ള എക്സ്പോ അല്ല ഇത്. ഈ വാട്ടർ ട്രീറ്റ്മെന്റ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുകൾ മാത്രമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എൻട്രി ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ 2 ദിവസത്തെ എക്സ്പോയിൽ കേരളത്തിനകത്തുള്ള ഏകദേശം 1000കണക്കിനുള്ള എന്റർപ്രണേഴ്സാണ് വന്നു പോയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്സിനാണ് വഴിയൊരുക്കുന്നത്. നമ്മുടെ ഈ 3rd എക്സ്പോയുടെ ഫ്ലാഗ് ഉയർത്തിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്റ്റേറ്റ് പ്രസിഡന്റ് അനൂപ് മാധവനാണ്. നമ്മുടെ സ്റ്റാളിന്റെ ഇനാഗ്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ എക്സ്പോ ഡയറക്ടറായ സോജി കരകത്തിൽ ആണ്. നമ്മുടെ എക്സ്പോ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സാറാണ്. അദ്ദേഹത്തിന് ഊഷ്മളമായ ഒരു വരവേൽപ്പ് തന്നെയാണ് വാട്ടേഴ്സ് കേരളയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നൽകിയത്. നമ്മുടെ സ്റ്റാളുകളെല്ലാം സന്ദർശിച്ച് അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അദ്ദേഹം എല്ലാം കണ്ടും കേട്ടുമാണ് ഉദ്ഘാടന വേദിയിലേക്ക് വന്നത്. സ്വാഗത പ്രസംഗം നടത്തിയത് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി സാനു സണ്ണിയായിരുന്നു. എക്സ്പോയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സംസാരിച്ചത് എക്സ്പോ ഡയറക്ടർ സോജി കരകത്തിലായിരുന്നു. പ്രസിഡൻഷ്യൽ സ്പീച്ച് സ്റ്റേറ്റ് പ്രസിഡന്റ് അനൂപ് മാധവൻ നിർവഹിച്ചു. നമ്മളേവരും കാത്തിരുന്ന മുഹൂർത്തമെത്തി. നമ്മുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സാർ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നമ്മുടെ ഉദ്ഘാടന കർമ്മത്തിന് തുടക്കം കുറിച്ചു. ഉദ്ഘാടന കർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വെള്ളത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. സോളാറിന് സബ്സിഡി കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എക്യുപ്മെൻറ്റ്സിനുമെല്ലാം
സബ്സിഡി കൊടുക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിന് പരിശ്രമിക്കാമെന്നും അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകി. തുടർന്ന് നമുക്ക് ആശംസ അർപ്പിച്ചത് കിൻഫ്രയുടെ ചെയർമാനായ സാബു ജോർജ് സാറാണ്. എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച വ്യക്തികൾക്ക് മന്ത്രി പൊന്നാട അണിയിക്കുകയുണ്ടായി. തുടർന്ന് നമ്മുടെ മന്ത്രിക്കും കിൻഫ്ര ചെയർമാനുമുള്ള ഉപഹാരങ്ങൾ നൽകിയുണ്ടായി. അടുത്ത ആശംസ അർപ്പിച്ചത് സ്റ്റേറ്റ് സെക്രട്ടറിയും എക്സ്പോ കോർഡിനേറ്ററുമായ ശരത് കുമാറാണ്. ഇത് ഞാൻ തന്നെയാട്ടോ. പ്രോഗ്രാം കൺവീനർ അംബികദാസിൻ്റെ വകയായിരുന്നു അടുത്ത ആശംസ. അതിനുശേഷം സ്റ്റാൾ മോണിറ്ററിംഗ് കൺവീനർ ദീപക് ഭായ് ആശംസ പറഞ്ഞു. തുടർന്ന് എക്സ്പോവുമായി ബന്ധപ്പെട്ടിട്ട് പരിശ്രമിച്ച എല്ലാ കൺവീനർമാർക്കും ഉപഹാരങ്ങൾ നൽകിയുണ്ടായി. മുൻ പ്രസിഡന്റായിരുന്ന ശശികുമാരേട്ടനാണ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുവാൻ നേതൃത്വം നൽകിയത്. സ്റ്റേറ്റ് ട്രഷറർ റാഹിദിൻ്റെ നന്ദിയോടുകൂടി യോഗ നടപടികളെല്ലാം അവസാനിച്ചു. എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിരിഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. മൊത്തം 64 സ്റ്റാളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് സ്പോൺസറായി വന്നത് കിർലോസ്കറിൻ്റെ ബ്ലൂ ഡയമണ്ട് ഏജൻസീസും ടാറ്റ വെസലിൻ്റെ കെംടെക്കും RV അസോസിയേറ്റ്സും ആയിരുന്നു. വാട്ടർ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി എക്സ്പോകൾ നടക്കാറുണ്ട്. പക്ഷേ വാട്ടേഴ്സ് കേരള നടക്കുന്ന ഈ ഒരു എക്സ്പോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു എക്സ്പോ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കുന്ന കമ്പനികൾക്കെല്ലാവർക്കും നേരിട്ട് ബിസിനസ് ആൾക്കാരുമായിട്ട് നേരിട്ട് സംവദിക്കുവാനും അവർക്ക് കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുവാനും സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയായിട്ട് വാട്ടേഴ്സ് കേരള മാറിയത്. ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും വാട്ടേഴ്സ് കേരളയിൽ അംഗത്വം എടുക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ഷോപ്പും GSTയും ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്ടേഴ്സ് കേരളയിൽ മെമ്പറാവാം. അതിനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാവും. 6235035050 എന്ന നമ്പറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാ
സംശയങ്ങൾക്ക് മറുപടി കിട്ടുകയും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടുകയും ചെയ്യുന്നു. തുടർന്ന് വാട്ടേഴ്സ് കേരളയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അംഗങ്ങൾക്ക് വാട്ടർ കെമിസ്ട്രിയെക്കുറിച്ചിട്ടുള്ള നല്ലൊരു ക്ലാസ് മുഹമ്മദ് നുജൂം എടുക്കുകയുണ്ടായി. നല്ലൊരു DJ മ്യൂസിക്കോടുകൂടി ആദ്യ ദിനം നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ദിവസമെത്തി. ശരിക്കും ഈ 2 ദിവസവും നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ എല്ലാ മെമ്പേഴ്സുകളും ഇവിടെ സ്റ്റേ ചെയ്ത് ഈ എക്സ്പോയിൽ പങ്കെടുക്കുകയും ഇതിലുള്ള ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും പുതിയ നല്ല നല്ല പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുവാനും അത് എക്സ്പെരിമെൻ്റ് ചെയ്യുവാനും സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മുടെ സ്പോൺസറായ ബ്ലൂ ഡയമണ്ട് ഏജൻസീസ് കിർലോസ്കർ പമ്പുകളെ കുറിച്ചിട്ടുള്ള നല്ലൊരു സെക്ഷൻ നമുക്ക് പകർന്നു നൽകുകയുണ്ടായി. തുടർന്ന് ടാറ്റ വെസലിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ക്ലാസ് സജിത്തും നമുക്ക് നൽകിയിട്ടുണ്ടായി. സോഫ്റ്റ്വെയർ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് എടുത്തുന്നത് സാജു TS ആയിരുന്നു. തുടർന്ന് നമ്മുടെ വാട്ടേഴ്സ് കേരളയുടെ 9ാമത് ആനിവേഴ്സറി ചെറിയൊരു കേക്ക് കട്ടിങ്ങിലൂടെ എല്ലാവരും ആഘോഷിച്ചു. പിന്നീട് എല്ലാ സ്റ്റാളുകാർക്കുമുള്ള ഉപഹാരങ്ങൾ നൽകുകയുണ്ടായി. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങിയാണ്. ഈശ്വരൻ കടാക്ഷിച്ചാൽ അടുത്ത വർഷം നമുക്ക് കാണാം. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. അതുമാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കൂ. ബൈ.